നമുക്കെന്താ ഇപ്പോൾ ഖബറിനെ കുറിച്ച് വല്ല ഖബറിനകത്ത് എത്ര എണ്ണത്തിനെ കൊണ്ട് അടക്കിയാലും ഇനി ഒരു അരമണിക്കൂർ നിന്നെ മണ്ണിട്ട് മൂടിയാൽ പോലും ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു പേടിയില്ല. എവിടെ പേടി? മനുഷ്യന്മാർക്ക് ആരാ പേടി? കമ്പ്യൂട്ടർ വൽക്കരിച്ചിട്ട് ഖബറിനകത്ത് ഇങ്ങനെ കുറേ പാമ്പൊക്കെ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഹാ ഹൂ എന്നൊക്കെ വിളിച്ചാൽ കുറേ നാൾ പെണ്ണുങ്ങൾ സീരിയൽ കാണാതിരിക്കും. അല്ല മദീനയിലും കണ്ട ഒരു തലയിൽ തുണിയിടാത്ത പെണ്ണിൻ്റെ മോളിൽ കൂടെ പാമ്പ് കയറിയെന്നും പറഞ്ഞിട്ട് ടി വിക്കകത്തോ എന്താ നെറ്റിനകത്തോടൊക്കെ വന്നപ്പോഴത്തേക്ക് കുറേ പെണ്ണുങ്ങൾ കുറച്ച് ആൾ തലയിൽ തുണിയിട്ട്. അന്ന് കച്ചവടക്കാർക്ക് നല്ല കച്ചവടമായിരുന്നു, തലത്തുടി ഭയങ്കര കച്ചവടമായിരുന്നു. എൻ്റെ പൊന്നെ, ഇതിങ്ങനെയൊക്കെ നിങ്ങളെ പേടിപ്പിക്കണോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണോ? ഖബറിനകത്ത് ഇങ്ങനെയൊക്കെ സാധനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടി വിക്കകത്ത് കൊണ്ടുവന്ന് കാണിച്ചാലേ നിങ്ങൾക്ക് പേടിയുള്ളൂ. അല്ല നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ നിങ്ങൾക്ക് പേടിയില്ല, വിശ്വാസമില്ല? വിശ്വാസമില്ലാത്ത മുസ്ലിം അല്ലല്ലോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് പറഞ്ഞത്, ഇദാ ഫറഗത മിനത് തശഹുദിൽ ആഖിർ, അവസാനത്തെ അത്തഹിയാത്ത് ഓതി കഴിഞ്ഞാൽ ഫല്യതഅവദ് ബില്ലാഹി മിൻ അർബഅ, 4 കാര്യങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ കാവൽ ചോദിക്കണം കേട്ടോ. നിസ്കാരം ഇല്ലാത്ത എവിടെ പോയിട്ട് ചോദിക്കും? കാണിക്ക വഞ്ചിയിൽ 50 പൈസ ആയിട്ടിട്ട് അവിടെ പോയിരുന്ന് ചോദിക്കും. നിസ്കാരം ഇല്ലാത്ത അതാണ് നിസ്കരിക്കണമെന്ന് പറഞ്ഞത്. അവസാനത്തെ അത്തഹിയാത്ത്. അപ്പൊ സുബൈക്ക് ഇപ്പൊ അവസാനത്തെ ആദ്യത്തെ അത് ആദ്യം അവസാനം ഒന്നേ ഉള്ളൂ, അത് തന്നെ ഓദിക്കോ. മഗ്‌രിബിന് 2, ബാക്കിയുള്ളതിനൊക്കെ ഈ 2 ഡബിൾ. സുബഹിക്ക് അവന്റെ അത്തഹിയാത്ത് ഓതി, അത്തഹിയാത്ത് ഓതി തീർന്ന പാടെ 4 കാര്യങ്ങൾ നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. നബിയുനാ റസൂലുള്ളാഹി 1 ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, 2 നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന്, 3 ഫിത്ന ഫസാദ് ദുനിയാവിലെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഫിത്നകളിൽ നിന്ന്, 4 ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന്. ഈ 4 കാര്യം അല്ലാഹുവിനോട് ചോദിക്കണം. ചോദിക്കുന്നുണ്ടോ? ചോദിക്കാറുണ്ടോ എല്ലാവരും? സംഭവം ചോദിക്കാറുണ്ട്, പക്ഷെ അത് എപ്പോഴാ ഏത് സാധനം എന്നറിയില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ വല്ലപ്പോഴൊക്കെ ഇച്ചിരി ആയത്തിൻ്റെ ദുആടെയൊക്കെ അർത്ഥം ഒന്ന് ഓർത്ത് വയ്ക്കണം. ഉസ്താദന്മാരോടെങ്ങാനും കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉസ്താദന്മാർ നിങ്ങൾ ജുമായ്ക്ക് വരുമ്പോൾ അറബിയിൽ നിങ്ങൾക്കെതിരെ ദുആ എന്നിട്ട് നിങ്ങളെ കൊണ്ട് തന്നെ ആമീൻ പറയിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലത്. അത്തഹിയാത്ത് ഓതുമ്പോൾ നമ്മൾ ദുആ ഇറക്കാറുണ്ട്, സംഭവം ചെയ്യാറുണ്ട്, പക്ഷെ നിസ്കാരം ഉള്ളവർക്കേ സാധ്യമുള്ളൂ. اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني إنك أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. ചൊല്ലാറുണ്ടോ? എന്താ മനുഷ്യന്മാരെ വേണ്ടാത്തെ? അല്ലാഹ്, പിള്ളേർ നിങ്ങൾ പൈസ കൊടുത്തിരുത്തേക്കല്ലേ? നിങ്ങൾക്ക് ബിസ്ക്കറ്റും ചായയും കിട്ടും, നിങ്ങൾ എല്ലാത്തിനും മൂളിക്കോണം, ചിരിക്കാത്തതിനൊക്കെ ചിരിച്ചോണം എന്ന് പറഞ്ഞ പോലെ. ഈ നിസ്കാരം ഉള്ളവർക്കേ ഇത് സാധ്യമുള്ളൂ, കളിയൊന്നും അല്ല ഇത്. സഹാബത്ത് പറഞ്ഞെന്നറിയോ ഈ ദുആയെ പറ്റി? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു യുഅല്ലിമുഹും കമാ യുഅല്ലിമുസ് സൂറത മിനൽ ഖുർആൻ. ഖുർആനിലെ സൂറത്ത് ആയത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന അതേ ഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അല്ലാഹുവിന്റെ റസൂൽ ഈ ദുആ പഠിപ്പിച്ചു കൊടുത്തു സഹാബാക്കൾക്ക്. എത്ര ഗൗരവത്തിൽ അല്ലേ? അപ്പൊ എന്റെ കൂടെ ഒന്ന് ചൊല്ലിക്കോ, اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني إنك أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. മനസ്സിലായില്ലേ? എല്ലാരും ചൊല്ലുന്നുണ്ടോ? അത് ചൊല്ലണം. ഇദാ ഫറഗത മിനത് തശഹുദിൽ ആഖിർ, അവസാനത്തെ അത്തഹിയാത്ത് ഓതി കഴിഞ്ഞാൽ നിസ്കാരം ഇല്ലാത്തവൻ ഏതെങ്കിലും വഖത്തിലെ നിസ്കാരത്തിൽ ഈ ദുആ അല്ലാഹു സ്വീകരിച്ചാൽ ഖബർ ഓക്കേ.
ഏതെങ്കിലും ഒരു ഒക്കത്തിലെ നിസ്കാരത്തിൽ സ്വീകരിച്ചാൽ മതി. നിസ്കാരത്തിലാവുമ്പോൾ എല്ലാ കോൺസെൻട്രേഷനും അള്ളാഹുമായുള്ള ബന്ധമാണ്. അപ്പൊ ആ സമയത്തിൽ ആ ദുആ അങ്ങോട്ട് കിട്ടിയാൽ കബൂലായി. ആ സമയത്ത് ദുആ അങ്ങോട്ട് കിട്ടിയാൽ രക്ഷപ്പെട്ടു. ബാക്കിയുള്ള സമയത്തൊക്കെ ഇങ്ങനെയുള്ള ഒരു ദ്വാരപ്പല്ലേ. നിസ്കാരത്തിൽ അള്ളാഹുവായിട്ടുള്ള ഒരു മുനാജാത്താണ്. ആ മുനാജാത്തിൽ ഈ ദുആ അങ്ങോട്ട് ചെയ്ത് അങ്ങനെ കബൂലായി കഴിഞ്ഞാൽ ഓക്കെ, ലോട്ടറി അടിച്ചു. ഇല്ലെങ്കിൽ നമ്മൾ പോയി. അല്ലാഹു നമ്മളെ ഖബറിന്റെ അദാബുകളെ തൊട്ട് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വാതിൽക്കൽ വന്നു നിന്നുകൊണ്ട്, മിമ്പറിന്റെ അരികത്ത് വന്നു നിന്നുകൊണ്ട് സ്വഹാബാക്കളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ തട്ടിയിട്ടൊരു സംഭവം പറഞ്ഞു. അതോടെ പറഞ്ഞിട്ട് നിർത്താം. ഖബറിനകത്ത് ശിക്ഷ ഇല്ലാന്ന് വിചാരിക്കണ്ട, ചോദ്യോത്തരമൊന്നും ഇല്ലാന്ന് പറയുന്നവരുണ്ട്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞേട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരേണ്ടതാ, മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. സമനുകളോളം യുഗങ്ങളോളം ഖബറിനകത്ത് കിടക്കണം. ആ ഖബറിനകത്ത് നിന്നെ കൊണ്ടുവെക്കുമ്പോ ഞാൻ നേരത്തെ ഒരു ഹദീസ് ഓതി വെച്ചല്ലോ. ഈ ഹദീസുകൾ തുടക്കം പോലെ ഓതുമ്പോ എല്ലാത്തിന്റെ ഇതുമായിട്ട് ബന്ധം വരുമ്പോ, അതുകൊണ്ടാണ് ഞാൻ പകുതി മുറിച്ചിട്ട് വേറെ ഇതിലേക്ക് കയറുന്നത്. ബന്ധം വരുമ്പോ അതിലേക്ക് കയറ്റും. ഒരാളുടെ ആത്മാവിന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, രാവിലെ മരിച്ചു കഴിഞ്ഞാൽ മുൻകർ നക്കീർ ഉണ്ടോ? മുൻകർ നക്കീറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സംഭവം എങ്ങനെയാന്നുള്ള അറിയാം. ആ സാധനം എങ്ങനെ വരുന്നെന്നുള്ളത് ഓരോ മലക്കുകളെ കുറിച്ചും ഹദീസുകളിലുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി നിയത്തിയത് എല്ലാവരും ഒരു റാഹത്തായിട്ട് നമ്മളും തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെ കൂട്ട്. അള്ളാഹു നമ്മൾ ഈ ഒരു സദഖയുടെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെട്ടാൽ നമ്മൾ പെട്ടില്ലേ അല്ലേ? അൽഹംദുലില്ലാഹ്. അള്ളാഹു ആ ഒരു നിയത്തിൽ എല്ലാവരും ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാൻ നല്ല ഒരു തുക ഇട്ടോളി. മക്കത്തുൽ മുക്കറമ നല്ല ലൈബ്രറി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ, എല്ലാവരും നിയത്ത് ചെയ്തിട്ടോളി. ഖബറിന്റെ രക്ഷയ്ക്ക് വേണ്ടി. അള്ളാഹുവേ ഖബറിന്റെ ശിക്ഷയിൽ രക്ഷപ്പെടുത്തണേ പടച്ചവനെ, രക്ഷപ്പെടുത്തണേ പടച്ചവനെ. ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ തട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, കൈഫ അൻത യാ ഉമർ? ഉമറേ എന്താ വിശേഷം? നാട്ടുവിശേഷം അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തോളിൽ തട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, കൈഫ അൻത യാ ഉമർ? ഉമറേ നിന്റെ അവസ്ഥ എന്തായിരിക്കും ഉമറേ? ഇദാ കുന്ത ഫീ അർബഅതി അദ്റുഇൻ ഫീ ദറാഇനി മിനൽ അർള്, 4 വിസ്തീർണമുള്ള ഖബറിനകത്തേക്ക് നിന്റെ മയ്യത്തിനെ കൊണ്ടുവച്ച് എല്ലാവരും മണ്ണിട്ട് മൂടി മടങ്ങിപ്പോകുമ്പോ ഫറഅയ്ത മുൻകറൻ വനകീറാ, മുൻകറിനെയും നക്കീറിനെയും നീ ആരുടെ മണ്ണിനകത്ത് വെച്ച് കാണുമ്പോ ഉമറേ നിന്റെ അവസ്ഥ എന്തായിരിക്കും ഉമറേ? നമ്മൾ സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവരും കൊണ്ടുവന്ന് ഖബറിനകത്ത് ഇട്ടിട്ട് പോയി. ഇന്നലെ നമ്മളിപ്പോൾ ഇവിടെ താമസിക്കുമ്പോൾ എത്ര നല്ല വെളിച്ചവും വെട്ടമൊക്കെ ഉണ്ട്. വീട്ടിൽ പോയാലും നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. മരിച്ചു പോയാൽ ആ ഖബറിനകത്തോട്ട് കൊണ്ടുവച്ച് പലകയൊക്കെ ഇട്ട് മൂടി മണ്ണൊക്കെ ഇട്ട്, അള്ളാഹുവേ ഒരു ചെറിയ ദ്വാരം ഉണ്ടെങ്കിൽ അതുപോലും മൊത്തം അടച്ച് ഇലയൊക്കെ വെച്ച് അടച്ച് മണ്ണിട്ട് മൂടി 2 കമ്പും കുത്തി വെച്ചിട്ട് എന്തിരുട്ടായിരിക്കും. കൈഫ അൻത യാ ഉമർ? ഉമറേ നിന്റെ അവസ്ഥ എന്താ? നല്ല ഒരു ധൈര്യശാലിയും ഒക്കെയാണല്ലോ ഉമർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഉമറിനെ തന്നെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞത്. വേറെ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചാലോ ചില അറ്റാക്ക് വന്ന് വീണ് പോയാലോ, ഉമർ റളിയല്ലാഹു അൻഹു ആവുമ്പോൾ ഇച്ചിരി ആൾ ഉഷാറല്ലേ. കൈഫ അൻത യാ ഉമർ? ഇദാ കുന്ത മിനൽ അർളി ഫീ അർബഅതി അദ്റുഇൻ ഫീ ദറാഇ ഫറഅയ്ത മുൻകറൻ വനകീറാ, 6
മണ്ണിൽ മുൻകറിനെയും നക്കീറിനെയും നീ ഒറ്റയ്ക്ക് കാണുമ്പോ എന്തായിരിക്കും നിന്റെ അവസ്ഥ? ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിക്കുകയാ, വമാ മുൻകറും വനകീറും യാ റസൂലല്ലാഹ്. ഇത്ര നാൾ നബി തങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ച ഉമർ റളിയല്ലാഹു അൻഹു മുൻകറിനെയും നക്കീറിനെയും പരിചയമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മദ്രസയിൽ പഠിച്ച പരിചയം നമുക്കുള്ളൂ. പണ്ട് മദ്രസയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഖബറിനകത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ മുൻകർ വരും നക്കീർ വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അല്ലാതെ ഈ സാധനത്തെ കുറിച്ചുമല്ലോ നമുക്കറിയാവും. ഈ സാധനത്തെ കുറിച്ചുള്ള അറിയാവും. ഈ മുൻകർ നക്കീർ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ഉമർ റളിയല്ലാഹു തആല തിരിച്ചു ചോദിച്ചു, വമാ മുൻകറും വനകീറും യാ റസൂലല്ലാഹ്. ആരാണ് മുൻകർ നബിയെ, ആരാണ് നക്കീർ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ മുൻകറിനെയും നക്കീറിനെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാ. ഫത്താനാ അൽ ഖബരി, ഖബറിൽ ഫിത്ന ഉണ്ടാക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന രണ്ടുപേരാണ് ഉമറേ. മനസ്സിലായോ? കുഴപ്പമുണ്ടാക്കുന്നവർ, മൊബൈൽ ഫോൺ വിളിക്കാൻ കൊണ്ടുവരുന്നവരല്ല, നിങ്ങൾക്ക് വെഞ്ചാമരം വീശാൻ വരുന്നവരും അല്ല, സ്പ്രേ അടിച്ചു തരാൻ വരുന്നവരും അല്ല, കുഴപ്പമുണ്ടാക്കാൻ വരുന്നവരാണ് രണ്ടുപേര്. വല്ലാത്ത അവസ്ഥയിൽ അവരാ, വല്ലാത്ത അവസ്ഥയിൽ. എത്ര പരിചയക്കാരനായ എസ് ഐ ആണെങ്കിലുവേ അയാളെ നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ പരിചയം നടിക്കുമോ? അയാൾക്ക് ഭയങ്കര ഗൗരവവും ഒക്കെ ആയിരിക്കും. എന്നതുപോലെ ഇപ്പം മുൻകർ നക്കീറിന്റെ പേരൊക്കെ അലൈഹി വസ്സലാത്തു വസ്സലാം എന്നൊക്കെ പറയും. ഇടി കിട്ടുമ്പോൾ ഓ ഇയാൾക്ക് വേണ്ടി ആന്നോടെ ഞങ്ങൾ അലൈഹി സ്വലാത്തൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇയാൾ ഇങ്ങനെ ഇടിക്കാൻ ഒരിച്ചിരി മയമില്ലാത്ത മനുഷ്യനായി പോയല്ലോ. ഇപ്പൊ അലൈഹി സ്വലാം എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ എന്താ നബി തങ്ങൾ പറഞ്ഞത്? ഫത്താനാനി അൽ ഖബർ, ഖബറിൽ പ്രശ്നം ഉണ്ടാക്കുന്ന രണ്ടുപേര്. എങ്ങനെ വരിക? യബ്ഹസാനിൽ അർള ബിയൻയാബിഹിമാ. മുൻകറിന് നക്കീറിന്റെയും മുന്നിൽ രണ്ട് തേറ്റപ്പല്ലുകളുണ്ട്. എത്ര വലിയ വലിയ മലകളെല്ലാം JCB വന്നിടിച്ചിടുന്നത് നോക്കിക്കാണുന്ന അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന സഹോദരാ, അതിന്റെ മുമ്പിലുള്ള സാധനം ഇങ്ങനെ ആ ദ്വാരക്കുന്ന മിഷ്യൻ, ഞാൻ ദ്വാരക്കാന്ന് പറഞ്ഞു. കാരണം അത് എപ്പോഴും ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ പോകുന്നത്. JCB പോകുന്ന കണ്ടുണ്ടാ ഇങ്ങനെ ഇരിക്കുക, ദ്വാരക്കുന്ന മിഷ്യനാ, അത് ഇങ്ങനെ ദ്വാരന്നുകൊണ്ടാ പോകുന്ന പാവം. അപ്പൊ ഇന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഇരിക്കുന്ന സാധനം അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി. നമ്മുടെ സൈഡിലെങ്ങാനും മുട്ടിയാ തീർന്നു. ചില ചങ്ങാതിമാർ ജോലി കഴിഞ്ഞ് അതിനകത്ത് കിടന്ന് ഉറങ്ങും, അത് ഇങ്ങനെ വണ്ടി പൊയ്ക്കൊണ്ടേയിരിക്കും. ബെർത്ത്, നമ്മൾ എത്ര കഷ്ടപ്പെട്ട ഒരു ബെർത്ത് ബുക്ക് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ കിടക്കുന്ന കാണാം, ആളിങ്ങനെ കിടന്നിങ്ങനെ പോകും. അപ്പൊ അങ്ങനത്തെ സാധനം പിടിച്ചിങ്ങോട്ടും മാന്തി പറിച്ചെടുക്കും. നിമിഷ നേരം കൊണ്ട് എല്ലാം തകർത്ത് തരിപ്പണമാക്കും. കാണുമ്പം തന്നെ ഒരു വല്ലാത്ത പേടിയായി ഈ സാധനത്തെ. മുൻകറിന്റെയും നക്കീറിന്റെയും മുന്നിൽ രണ്ട് തേറ്റപ്പല്ലുകൾ നീണ്ടിരിക്കും, വലിയ പല്ല്. ആ രണ്ട് തേറ്റപ്പല്ലുകൾ കൊണ്ട് ഭൂമി ഇളക്കി മറിച്ചുകൊണ്ടാണ് കടന്നു വരിക ഉമറേ. അവരുടെ കാലിന്റെ അടിഭാഗം വരെ ജട പിടിച്ച മുടി ഇങ്ങനെ ഇറങ്ങിക്കിടക്കും. അതെല്ലാം ചവിട്ടി മെതിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ഇടിമുഴക്കം പോലുള്ള ശബ്ദകോലാഹലത്തോടെയാണ് വരിക. മിന്നൽ പോലെ ജ്വലിക്കുന്ന രണ്ട് കണ്ണുകളാണ് അവർക്കുള്ളത്. വെറും കൈയോടെയല്ല ഉമറേ കടന്നു വരിക. ഇരുമ്പിന്റെ രണ്ട് ദണ്ടുകളുമായിട്ടാണ് ഉമറേ അവർ കടന്നു വരിക.